കേരള രാഷ്ട്രീയത്തിന്റെ മാനസിക ഭൂപടം മനസ്സിലാക്കണമെങ്കിൽ ചില മണ്ഡലങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിലേറ്റവും പ്രതീകാത്മകമായ ഇടമാണ് പാല. ഇവിടെ വടക്കുന്ന ഓരോ വാക്കും സാധാരണ തിരഞ്ഞെടുപ്പ് പ്രസ്താവനയല്ല, പാരമ്പര്യത്തിന്റെയും സ്വാധീനത്തിന്റെയും അധികാരത്തിന്റെയും പ്രഖ്യാപനമാണ്. അതുകൊണ്ടുതന്നെ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി മത്സരിക്കുമോ എന്ന ചോദ്യത്തിനു മുമ്പേ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉറച്ച പ്രഖ്യാപനം നടത്തിയത് വിവാദമാകുന്നത് സ്വാഭാവികമാണ്. ജോസ് കെ മാണി പറയുന്നു തീരുമാനമായിട്ടില്ല. റോഷി അഗസ്റ്റിൻ പറയുന്നു സ്ഥാനാർത്ഥി ജോസ് തന്നെയെന്ന്. ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള അകലം വെറും അഭിപ്രായ വ്യത്യാസമല്ല, പാർട്ടിക്കുള്ളിലെ തീരുമാനാധികാരത്തിന്റെ അസ്വസ്ഥതയാണ്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നു. പ്രഖ്യാപിക്കുന്നവനോ, അധികാരം കൈവശമുള്ളവനോ, അല്ലെങ്കിൽ അവസാനം ജനങ്ങളോ? ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്രം. രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നത് ഒരു നേതാവിന്റെ അവകാശമാണ്. മത്സരിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ജയിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനത്തിനാണ്. വർഷങ്ങളായി പാല സ്ഥിരം കോട്ടയാണെന്ന ആത്മവിശ്വാസം ആവർത്തിക്കപ്പെടുന്നു. എന്നാൽ ജനാധിപത്യത്തിൽ സ്ഥിരം കോട്ടകൾ എന്നത് ദീർഘകാലം നിലനിൽക്കുന്ന ധാരണയല്ല. ഒരേ മുഖങ്ങൾ വീണ്ടും വീണ്ടും മത്സരിക്കുമ്പോൾ അത് നേതൃസ്ഥിരത എന്നതിലുപരി രാഷ്ട്രീയ ആവർത്തനമായി തോന്നുന്നു. ഒരിക്കൽ മാറി നിൽക്കാനുള്ള മനസ്സാക്ഷി പോലും രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. മറ്റുള്ളവർക്ക് വഴിമാറാനുള്ള മര്യാദ കാണിക്കാത്ത രാഷ്ട്രീയമാണ് ഇന്ന് പ്രതിസന്ധി നേരിടുന്നത്. കാലം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ വേദികൾ നിറയുന്നുണ്ടെങ്കിലും സദസ്സുകൾ ശൂന്യമാകുന്നു എന്ന വിമർശനം വെറും ഉപമയല്ല, അത് വിശ്വാസക്ഷയത്തിന്റെ സൂചനയാണ്. പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയ ആവേശം കുറഞ്ഞു വരുന്നത് എല്ലാ കക്ഷികൾക്കും മുന്നറിയിപ്പാണ്. പ്രഖ്യാപനങ്ങളും പ്രചാരണ ചിത്രങ്ങളും കൊണ്ട് മാത്രം വിശ്വാസമുണ്ടാക്കാൻ കഴിയുന്ന കാലം കഴിഞ്ഞു. ജനങ്ങൾ ചോദിക്കുന്നത് വികസനവും ഉത്തരവാദിത്തവുമാണ്, പാരമ്പര്യ അവകാശങ്ങളല്ല. പാലാ വിഷയത്തിൽ LDF അകത്തും വ്യക്തതയില്ലാത്ത അവസ്ഥയുണ്ട്. മാണി സി കാപ്പൻ വീണ്ടും ശക്തമായ എതിരാളിയായി നിലകൊള്ളുന്നു. BJP സാധ്യതാ പട്ടികയിൽ ഷോൺ ജോർജിനുടെ പേരും ഉയരുന്നു. അതായത് പാല ഇനി ഒരു പാർട്ടിയുടെ സ്വാഭാവിക വിജയം ഉറപ്പുള്ള മണ്ഡലമല്ല, യഥാർത്ഥ മത്സരം നടക്കാനിരിക്കുന്ന വേദിയാണ്. റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രഖ്യാപനം വികാരപ്രകടനം മാത്രമെന്ന വ്യാഖ്യാനം രാഷ്ട്രീയപരമായി അപൂർണമാണ്. അത് പാർട്ടിക്കുള്ളിലെ സ്വാധീനം പ്രകടിപ്പിക്കാനുള്ള ശ്രമമായി വായിക്കപ്പെടുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഉറപ്പോടെ സംസാരിക്കുന്നത് ആത്മവിശ്വാസം മാത്രമല്ല, സംഘടനാ ഘടനയിലെ മാറ്റത്തിന്റെ സൂചന കൂടിയാണ്. ഒരു നേതാവ് പ്രഖ്യാപിക്കുകയും മറ്റൊരാൾ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ പ്രശ്നം എതിരാളികളിലല്ല, പാർട്ടിയുടെ ഉള്ളിലാണ്. മത്സരിക്കാൻ നേതാക്കൾക്ക് അവകാശമുണ്ട്, പക്ഷേ ജയിപ്പിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനത്തിനാണ്. പാല ഇനി പാരമ്പര്യത്തിന്റെ ഉറപ്പിൽ മാത്രം ജയിക്കാവുന്ന മണ്ഡലമല്ല, വിശ്വാസത്തിന്റെ പരീക്ഷണവേദിയാണ്. രാഷ്ട്രീയത്തിൽ പ്രഖ്യാപനങ്ങൾ ചരിത്രമെഴുതില്ല, നിശബ്ദമായ വോട്ടറാണ് ചരിത്രമെഴുതുന്നത്.